ഹലോ അസ്സാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു ചട്ടിയിൽ തക്കാളിയും പച്ചമുളകും കുടമ്പുളിയൊക്കെ ചേർത്തിട്ട് മുളക് കറിയൊക്കെ വേണ്ടിയിട്ട് വെച്ചെടുത്തിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തിയാണ്. അപ്പോൾ മത്തിനെ അന്നേരം തന്നെ നന്നാക്കി വെച്ചിരുന്നു. അപ്പോൾ ചെറിയ മത്തിയാണ്, അത് ഞാൻ മുളകിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്കൊരു മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയും കൂടി ചതച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അതൊന്ന് വെളിച്ചെണ്ണയിൽ വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ മോരായിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മോരൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ തിളച്ച് പോകരുത്. അപ്പോൾ ഒന്ന് ചട്ടി നന്നായിട്ട് ചൂടായ കാരണം എൻ്റെ മോര് കറി ഒന്ന് പിരിഞ്ഞു പോയിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ടുള്ള നാടൻ മോരായിരുന്നു. നല്ല പുളിയൊക്കെ ഉള്ള മോരായിരുന്നു കേട്ടോ. അപ്പോൾ മോര് കറി ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കൽ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുമല്ലോ. അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കറി മാത്രം മതി. അപ്പോൾ കുറച്ച് മത്തി ഉണ്ടായ കാരണം ഞാൻ മുളക് ഇട്ടതാണ്. അപ്പോൾ ഇവിടെ മോര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് മോര് കറി ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല കേട്ടോ ഉണ്ടായത്. ഇന്നലെ ഞാൻ വിചാരിച്ചതായിരുന്നു. ഇന്ന് ഒരുപാട് പണികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മളെ പ്രതീക്ഷകളൊന്നും ചിലപ്പോൾ നടക്കൂല. അപ്പോൾ ഇന്ന് വല്ലാതൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇന്നലത്തെ ചോറാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളച്ച സമയത്ത് ചോറിട്ട് കണ്ട് അതിലുണ്ട് ഊറ്റിയെടുക്കുക ചെയ്തത്. അപ്പോൾ എൻ്റെ മോള് ഞാൻ നോക്കുമ്പോൾ തീയൊക്കെ നീക്കുകയാണ്. അപ്പോൾ അവളൊക്കെ അവിടെ നാട്ടിൽ പറഞ്ഞയച്ചിട്ടാണ്. കുറച്ച് മത്തി ഉണ്ടായിരുന്നു. അത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഒന്ന് മുളക് കറിക്ക് കുടമ്പുളി ഇട്ട കാരണം പുളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 കുരു പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നാടൻ മീനിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ വലിയ മീനൊക്കെ ഇതിനെങ്കിൽ ഞാൻ സുർക്കനെ ആട്ടാ ചേർത്ത് കൊടുക്കൽ. പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ കറക്കുമെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നു ഊരി വെച്ചത് ഫ്രിഡ്ജിലിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാതും അങ്ങനെയൊക്കെ ശരിയാക്കി വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ചില ദിവസം നമ്മൾ വിചാരിച്ച പോലെ ആവില്ല, നമുക്ക് ഒരു അസ്വസ്ഥതനെ കാരണം തലവേദന എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട്. അപ്പോൾ ഞാനിതാ മുരിങ്ങയില കടുകൊക്കെ പൊട്ടിച്ച് അടുപ്പത്ത് വെച്ച് ഒന്നും കണ്ട് പച്ച കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കണ്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ അതിക്ക് പച്ചമുളകും തേങ്ങയും കൂടി ഒന്നും കണ്ട് ഒതുക്കിക്കാണ്ട് ചമ്മന്തി പൊടിച്ചിട്ടിട്ടാ. അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലും കണ്ട് അരച്ച് വരും കേട്ടോ. ഒരു 12 മണി ആകുമ്പോഴത്തേന്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഭയങ്കര വെയിലാണ് ഈ കേട്ടോ പെരൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ അടുപ്പത്തേക്ക് വെയിൽ ഇങ്ങോട്ട് കുത്തണ സമയത്ത് തന്നെ നമ്മൾ തീയൊക്കെ അങ്ങോട്ട് ഇതായി പോവും. പിന്നെ ഈ ലൈറ്റ് നമ്മളെ ഈ ഫ്ലാഷ് ഇതിൽ കൊണ്ട് അടിച്ചുമ്പോൾ ഒരു വെള്ള കളർ പോലെ കണ്ട് വരും കേട്ടോ. അപ്പോൾ ചില സമയത്ത് വെയിലൊന്നുകൊണ്ട് പോണ സമയത്തൊന്നുകൊണ്ട് മങ്ങും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് മത്തിയും കൂടി ഉള്ളത് അതൊന്ന് പൊരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൈ ഭയങ്കര നീറ്റല്ല കേട്ടോ. അത് ഞാൻ ഇന്നലെ വിറകൊക്കെ എടുത്ത് വെച്ചപ്പോൾ കൈ ഒരു മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൈ ഇങ്ങനെ കായൊക്കെ തേച്ചിട്ട് മീനൊക്കെ ഇട്ടുന്ന സമയത്ത് നല്ലൊരു നീറ്റിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മളെ ചീര മുരിങ്ങയില തോരനും മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ദിവസവും ഓരോ പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിയണ കാരണം നമുക്ക് ഒരു ഇതില്ലാതെ പിന്നെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ പ്രതീക്ഷകൾ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷകളൊന്നും കൈവിടാതെ തന്നെ ഇതുപോലെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മളെ പപ്പടം പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതെല്ലാം ഇന്നലെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് പിന്നെ വേറൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പം അതാ മോരുണ്ട്, പിന്നെ നല്ല തൈരുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാനുണ്ടോ. അപ്പം ഇന്ന് ഒരുപാട് വേറെ പണികളായിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പം നമ്മളെ മനസ്സിൽ വിചാരിക്കണതൊന്നും സംഭവിക്കണതൊന്നുമാണ് ചില സമയത്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തിന് ഇതായി കടയിൽ നിന്നൊക്കെ വന്നപ്പോൾ കുറച്ച് പഴം പിന്നെ അരിയൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ അരി തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ 1 കിലോ അരി ആയിട്ടപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ പൊടിയുണ്ട്, പഴമുണ്ട്, അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പഴം കൊണ്ട് നല്ലൊരു കടി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പൂരി അങ്ങനത്തെ ഓരോ
ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വയ്യായിരുന്നു, തലവേദനിച്ചിട്ടൊന്നും. അപ്പോൾ ചോറുണ്ടായിരുന്നില്ല രാത്രിക്കൊക്കെ ഇട്ട്. അപ്പോൾ ഇക്ക വരുമ്പോൾ കുറച്ച് പൊറാട്ട കൊടുന്നിരുന്നു. അപ്പോൾ അത് മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാത്രി ഇതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.